ജയ ഗുരുദേവ്. അപ്പോൾ ആനന്ദോത്സവത്തിന്റെ വിശ്വമഹാഗുരു വരുവാണ് കേരളത്തിൽ. ഒരു നോട്ടം കൊണ്ട് ജനഹൃദയങ്ങളെ സ്വന്തമാക്കുന്ന ഒരു വലിയ ഒരു മനുഷ്യ സ്നേഹി. ഒരു നോട്ടം കൊണ്ടെന്ന് പറയുന്നത് എന്ന് പറയുന്ന പേരാണ് ചക്ഷുർ ദീക്ഷ. ദീക്ഷ കണ്ണുകളിലൂടെയാണ്, ആ ഒരു ദൃഷ്ടിയിലൂടെ അദ്ദേഹം ജനസഹസ്രങ്ങളെ സ്വന്തമാക്കും. അപ്പം അങ്ങനെയുള്ളൊരു മഹാപുരുഷന്റെ, ഒരു യുഗപുരുഷനാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു സൗഭാഗ്യമാണ് ശരിക്കും ഗുരുദേവ് ശ്രീ രവിശങ്കർജി. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണുന്നത് ഒരു കാരണവശാലും നമ്മൾ മിസ്സാക്കരുത്. അദ്ദേഹം വരുന്നു എന്നുള്ളൊരു വാർത്ത ഒരു മലയാളി പോലും കേരളത്തിൽ അറിയാണ്ടായി പോകരുത്. ഫെബ്രുവരി 16 കണ്ണൂരിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് ആൻഡ് 17 ട്രിവാൻഡ്രത്തുള്ള യൂത്ത് മീറ്റും ഓഫ്കോഴ്സ് ഹാപ്പിനെസ് മഹോത്സവവും. ഫ്രം ദർ 18 എറണാകുളത്ത് നടക്കുന്ന വിസ്ഡം സീരീസ് ആൻഡ് ഈവനിങ് ആനന്ദോത്സവം. 100,000-ൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു മനുഷ്യക്കടൽ, ആനന്ദത്തിന്റെ, ശാന്തിയുടെ. നോക്കൂ, ഇത്രയും ധാരാളം ആൾക്കാർ വന്നിട്ട് അവിടെ ധ്യാനം, പ്രാർത്ഥന ഇതൊക്കെ ആവുമ്പോൾ എന്ത് രസമായിരിക്കും ദാറ്റ് വൈബ്രേഷൻ. അതുകൊണ്ട് ഇതൊരു മഹായജ്ഞമാണ്. അപ്പം ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ വരുന്നൊരു നഷ്ടം വേറെ ഒന്നുകൊണ്ടും നികത്തിയ മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വേക്കപ്പ് കോളായി എടുത്തുകൊണ്ട് പരമാവധി നമ്മൾ ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു കാരണമായിട്ട് ഇതിനെ കാണാം. ഒരു ഗുരു കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. ഒരു ഗുരു ഏത് മേഖലയിലാണ് ഒരു ഗുരു ഇല്ലാത്തത്? ഒരു മേഖലയിൽ എക്സ്പേർട്ടി ആയിട്ടുള്ള ഒരാളാണ് ഗുരു. നമുക്ക് വിദ്യ തന്ന ഒരാൾ ഗുരുവാണ്. നമ്മളെ അറിയാത്ത എന്ത് പഠിപ്പിക്കുന്ന ഒരാൾ ഒരു ഗുരുവാണ്. അതുകൊണ്ട് അറിയാത്ത നമ്മുടെ ആ മനസ്സിന്റെ അജ്ഞാതമായ മേഖലയിൽ പോയി ശാന്തി ആനന്ദവും തരുന്ന ആ ഒരു ഗുരുദേവ് ശ്രീ രവിശങ്കർജി വരുമ്പോൾ ഇത് നമ്മളുടെ ഒരു ധർമ്മമാണെന്ന് മനസ്സിലാക്കി പരമാവധി ആൾക്കാരിലേക്ക് ഇത് നമ്മൾ പങ്കുവെച്ച് ആൾക്കാരെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കണം.